നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ജീവാമൃതം എന്നുള്ളൊരു വളമാണ് ഉണ്ടാക്കുന്നത്. അതിൽ 5 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ശർക്കര വേണം, നമ്മുടെ നാടൻ പശുവിൻ്റെ ചാണകം, ഒരു പിടി മണ്ണ്, ഇരട്ടധാന്യത്തിൻ്റെ ഇരട്ടധാന്യമുള്ള ധാന്യപ്പൊടി എടുക്കാം. അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കടല പിണ്ണാക്കാണ്, അതുപോലെ ഗോമൂത്രം. ഇതും കൊണ്ടാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ 50 ഗ്രാം ചാണകം എടുത്തു, നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഗോമൂത്രം 15 ml ഗോമൂത്രം ഒഴിച്ചു. അത് കഴിഞ്ഞ് 10 ഗ്രാം ശർക്കര ഇട്ടു. 10 ഗ്രാം ഇരട്ടധാന്യത്തിൻ്റെ കടലപ്പിണ്ണാക്ക്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് 41 വട്ടം വലത്തോട്ടും 41 വട്ടം ഇടത്തോട്ടും ഇളക്കുക. ഇളക്കി വെച്ചല്ലോ, അതിനുശേഷം നമ്മൾ ഒരു നുള്ളു മണ്ണിട്ടിട്ട് ഇതെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇനി ഇത് ഇളക്കണ്ട. ഇനി ഇത് നമ്മളിത് ഒരു തുണി വെച്ചിട്ട് ഇത് കെട്ടി വെക്കുക. കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും, പിറ്റേ ദിവസം രാവിലെയും വൈകുന്നേരം 41 വട്ടം വലത്തോട്ടും 41 വട്ടം ഇടത്തോട്ടും ഇളക്കുക. ഇളക്കി ഇത് നമ്മൾ 7 ദിവസം നമ്മൾ ഇത് നിഴലത്ത് തന്നെ വെക്കണം. ഒരിക്കലും നമ്മളിത് വെയിലത്ത് വെക്കരുത്. നിഴലത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 7ാം ദിവസം നമുക്കിത് വളം നല്ലൊരു വളക്കൂട്ടായിട്ട് മാറും. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്കുള്ള നല്ലൊരു തോണിക്ക് പോലത്തെ ഉള്ളൊരു വളമാണ്. നമ്മൾ ഒരു ചെടി എത്ര പെട്ടെന്ന് മുരടിച്ച് നിന്ന ചെടിയാണെങ്കിലും വേഗം ഇത് വളരാനുള്ളൊരു നല്ലൊരു ടോണിക്കാണ്. ഇതിൻ്റെ ഉപയോഗം വെച്ചാൽ ഈ 5 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തേക്ക് പച്ചക്കറിക്കാണെങ്കിൽ 2 ഇരട്ടി വെള്ളം ചേർക്കണം. അതായത് 10 ലിറ്റർ വെള്ളം ചേർത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് നേരെ താഴെ ഒഴിച്ചു കൊടുക്കാം. അതേസമയം നമ്മൾക്ക് ഇച്ചിരി വലിയ ചെടിയാണ്, അതായത് കുരുമുളകോ അതുപോലെ തന്നെ നമുക്ക് തെങ്ങിനൊക്കെ ആണെങ്കിൽ ഇതിന് അതിൻ്റെ ഇരട്ടി മാത്രം വെള്ളം ചേർത്താൽ മതി. എല്ലാ വിളകൾക്കും ഈ ഒരു വളപ്രയോഗം നല്ലതാണ്. ഇത് പച്ചക്കറി നട്ട് നമ്മൾ 10ാം ദിവസം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 10ാം ദിവസം അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ 20ാം ദിവസം കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഇതെല്ലാം 15 എന്നുള്ളത് 12 ലിറ്റർ വെള്ളത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു നല്ലൊരു വിളവ് കിട്ടാനും ചെടിക്ക് നല്ലൊരു പ്രതിരോധ ശേഷി കിട്ടാനും നല്ലൊരു വളക്കൂട്ടാണ് വീടുകളിൽ തയ്യാറാക്കാനും. അതുപോലെ ചെറുകിട കൃഷി ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വളക്കൂട്ടാണ്. ഞാനിതൊരു ചണച്ചാക്കിട്ടിട്ടാണ് ഇത് കെട്ടി വെക്കുന്നത്. ഇത് നമ്മൾ നാളെ രാവിലെയാണ് ഇത് എടുക്കത്തുള്ളൂ. അതുവരെ നമ്മൾ ഇതൊന്നും അനക്കാതെ ഇത് നിഴലത്ത് കൊണ്ടുവെക്കുന്നു. നമ്മളന്ന് ജീവാമൃതം തയ്യാറാക്കി വെച്ചിരുന്നു. ഇന്നത്തേക്ക് 7 ദിവസമായി. ഇതെങ്ങനെയാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ പറയാം. ഇതിപ്പോൾ ഞാനുള്ളത് ജീവാമൃതം 2 ലിറ്ററാണ് ഉള്ളത്. അതിൻ്റെ ഇരട്ടി വെള്ളം 4 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ ലയിപ്പിച്ച് അത് എല്ലാ ചെടികളുടെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ചെടികളുടെ ഒരു ടോണിക്കായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നല്ല ഒരു കരുത്തോടു കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാകും.